ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് 4 ഓഫ് സ്വാർഡ്സ് ആണ് കേട്ടോ. ഇതൊരു റെസ്റ്റിംഗ് എനർജിയാണ്. കുറച്ചധികം ആളുകളോട് പറയുന്നുണ്ട്, നിങ്ങൾ റെസ്റ്റ് എടുക്കണം, നിങ്ങളുടെ ബോഡി റെസ്റ്റ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ കുറച്ച് ഓവർ വർക്ക് ചെയ്തിട്ടൊക്കെ ക്ഷീണിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളൊന്ന് ഉറങ്ങണം. ഉറക്കമില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് ഉറങ്ങണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ പോലുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ഔട്ട് ചെയ്തിട്ട് തല അറിഞ്ഞ് വീഴാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ബാക്ക് പെയിൻ ഉണ്ടാവുക, കൈക്കും കാലിനും പെരുപ്പ് അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. വയറുവേദന, നടുവേദന, ഇതൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റെസ്റ്റ് എടുക്കുക, നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായ റെസ്റ്റ് കൊടുക്കുക. അതുപോലെ ചില ആളുകൾക്ക് ഇതൊരു റെസ്റ്റിംഗ് എനർജി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നവരാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറീസ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നവരാവാം. അങ്ങനെ റെസ്റ്റിംഗ് എനർജിയിലിരിക്കുന്ന ആരെങ്കിലുമൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടുന്ന അവസരത്തിൽ നിങ്ങൾ കിടക്കുക, നിങ്ങൾ റെസ്റ്റ് എടുക്കുക. നിങ്ങളുടെ ബോഡി നീഡ്സ് ഇറ്റ്. അപ്പോൾ അത് അത്യാവശ്യമാണ്, നിങ്ങൾ റെസ്റ്റ് എടുക്കണം എന്നാണ് ഈ പറയുന്നത്. 4 ഓഫ് സോഡ്സ് ആണ്. അതുപോലെ 4 ഓഫ് സോഡ്സ് മുറിവുകൾ സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. മുറിവ്, ഞാനിത് പറയുന്ന ദിവസങ്ങളിലൊക്കെ എൻ്റെ കൈയും കാലൊക്കെ മുറിയാറുണ്ട്. അതായത് ഉണ്ടോ, എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്, എൻ്റെ കാലിൽ എന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുറിവ് പറ്റും എന്ന് പറയുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, മുറിവ് പറ്റാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ സർജറി പോലുള്ള കാര്യങ്ങൾ പ്രിഫർ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ആസ് ഏർലി ആസ് പോസിബിൾ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ റെസ്റ്റ് എടുക്കണം എന്നുള്ളത് മസ്റ്റാണ്, നിങ്ങൾ റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ ചില തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ കേപ്പബിൾ അല്ല എങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ തീരുമാനം എടുക്കണ്ട. നിങ്ങളന്ന് നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം എടുക്കുക. കാരണം നിങ്ങൾ ഒരു ബ്രോക്കൺ സ്റ്റേജിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് രക്ഷപ്പെട്ട് വരുന്നതേ ഉള്ളായിരിക്കും. അപ്പോൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റിയൊരു മാനസിക ശാരീരിക അവസ്ഥയിലായിരിക്കില്ല നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം തീരുമാനം എടുക്കുന്നത് ആലോചിച്ചതിന് ശേഷം മാത്രം എടുക്കുക. അതാണ് 4 ഓഫ് സ്വോർഡ്സിൻ്റെ എനർജി പറയുന്നത് കേട്ടോ. അതുപോലെ ഈ 4 ഓഫ് സ്വോർഡേ ഒരു അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. ദെൻ 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്നതാണ്, നഷ്ടബോധത്തിലിരിക്കുകയാണ്. അതെന്തെല്ലാം നെഗറ്റീവ് കാർഡ്സ് വരുന്നത്. ആർക്കോ ഒരു എനർജി ലോസ് ആയി നിൽക്കുന്നവരുണ്ടല്ലോ. ഇതെല്ലാം ലോവർ എനർജി കാർഡ്സ് ആണ് കേട്ടോ. നോ കാർഡ് എന്ന് പറയുന്നില്ല, ലോവർ എനർജി കാർഡ്സ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എനർജി ലോ ആണ്, നമ്മൾ എനർജി ഹൈ ആക്കണം. അപ്പോൾ എനർജി ഹൈ ആക്കാൻ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. യാത്ര പോവുക, വെറുതെ മുറ്റത്തൂടെയൊക്കെ നടക്കുക, എർത്തിങ് ചെയ്യുക. നിങ്ങൾ മുറ്റത്ത് ചെരുപ്പിടാതെ നടക്കണം. അതുപോലെ പ്ലാന്റ്സ്, ഫ്രൂട്ടഡ് പ്ലാന്റ്സിനെയൊക്കെ പോയി ഒന്ന് ഹഗ് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് നഷ്ടപ്പെട്ടു, ആ നഷ്ടബോധത്തിലിരിക്കുക എന്നുള്ളതാണ്. അത് നഷ്ടബോധം മീൻസ് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മണി ലോസ് ആയിരിക്കും. മണി ലോസിൻ്റെയും കൂടെ കാർഡാണ് ഇത്. മണി ലോസ് ആയിരിക്കും, പണം നഷ്ടം. പണം മാത്രമല്ല, വാല്യുബിൾ ആയിട്ടുള്ള തിങ്സ് നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു ദുഃഖത്തിലിരിക്കുന്നതാകാനും സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ തന്നെ കയ്യിലാണ്. നിങ്ങളത് താക്കോലിട്ട് കണ്ടുപിടിച്ച് താക്കോലിട്ട് തുറന്നകത്ത് കയറിയത് നിങ്ങളുടെ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ മണി ലോസിൻ്റെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ, മാനസികമായിട്ട് കടുത്ത സമ്മർദ്ദത്തിൽ കൂടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഈ സെയിം പ്രശ്നമാണ്. ബാക്ക് പെയിന്, കാല്, കൈ, ഷോൾഡർ, അങ്ങനെയൊക്കെ പെയിൻ ഉണ്ടെങ്കിൽ, കഴുത്ത് ഒക്കെ വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങളുടെ ബോഡി നിങ്ങളുടെ മെൻ്റൽ സ്ട്രെസ്സിനെ റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ. അല്ലാതെ അതൊരു കാരണം കൊണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചില മനുഷ്യർക്ക് ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ ഒക്കെ വരും. അപ്പോൾ അവർ എത്ര മരുന്ന് കഴിച്ചാലും അത് കുറയത്തില്ല. അതിന് കാരണം അത് മെൻ്റലി ഉള്ളൊരു സ്ട്രെസ് റിലീസാണത്. അപ്പോൾ അതുകൊണ്ടാണ് ആ അസുഖം മാറാത്തത്. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ബാക്ക് പെയിൻ വരുന്നതിന് നാച്ചുറലി പല കാരണങ്ങളുണ്ടാവാം. ഇപ്പം യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ പോലും ബാക്ക് പെയിൻ ഉണ്ടാവാറുണ്ട്. അതല്ലാതെ ബാക്കിൽ നമ്മൾ ഈ തേയ്മാനം സംഭവിക്കുന്നതുകൊണ്ട് ബാക്ക് പെയിൻ ഉണ്ടാവാറുണ്ട്. മറ്റൊരു കാരണം, നമ്മൾ എത്ര മരുന്ന് കഴിച്ചിട്ടും നിങ്ങൾക്ക് ബാക്ക് പെയിൻ മാറുന്നില്ലെങ്കിൽ അതിന് 2 കാരണം. ഒന്ന്, നിങ്ങൾ ഓവർ വെയിറ്റ് ഉള്ള ആളായിരുന്നു നേരത്തെ, നിങ്ങൾ ഡയറ്റ് ചെയ്തോ വർക്കൗട്ട് ചെയ്തോ ബോഡി വെയിറ്റ് കുറച്ചെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് പെയിൻ വരും. അതുപോലെ നിങ്ങൾ ലോവർ വെയിറ്റ് അല്ലെങ്കിൽ അണ്ടർ വെയിറ്റ് ഉള്ള ഒരാൾ, നിങ്ങൾ ഹെവി ഫുഡ് കഴിച്ച് പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് ഹെവി വെയിറ്റ് ആയ ആളാണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് പെയിൻ വരും. ഓക്കെ. ഈ രണ്ടും
നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ബാക്ക് പെയിൻ വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇതിലേതെങ്കിലും ആണോ നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മരുന്നെടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ റെഗുലർ പോസ്റ്റർ വന്നാൽ മാത്രമേ ആ പെയിൻ മാറത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ബാക്ക് പെയിൻ ഒരു പ്രധാനപ്പെട്ട ഒരു ഇന്നത്തെ ഒരു സിംറ്റം പോലെ 2 കാർഡ് സെയിം വന്നിട്ടുണ്ട് കേട്ടോ. ബാക്ക് പെയിന്, ഷോൾഡർ, ഈ കഴുത്ത്, ബാക്ക് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ ഇത് പണം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. മണി ലോസ് ആണ്. മണി ലോസ് ഏത് രീതിയിലാവും? പൈസയായിട്ട് നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വേണ്ടാത്ത സാധനങ്ങൾ വാങ്ങിക്കുന്നതോ ഒക്കെ ആയിരിക്കും. മണി ലോസിൻ്റെ കാർഡാണിത്. എന്നിട്ട് നഷ്ടപ്പെടുത്തിയതിന് ശേഷം അയ്യോ പോയല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്ന കാർഡാണ്. നഷ്ടബോധത്തിലിരിക്കുന്നു എന്നാണ്. അത് പണമായിരിക്കാം, അല്ലെങ്കിൽ വിലപിടിപ്പുള്ള മറ്റെന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു വ്യക്തിയായിരിക്കും. നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു വ്യക്തി ഓർത്ത് നിങ്ങൾ വേദനിക്കുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് 5 ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് ആണ് ഇത്. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ ആ വ്യക്തി തിരിച്ച് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് അവർ വരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരുന്നുണ്ടായിരിക്കാം. നിങ്ങൾ തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ ഇന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതോ ആകാൻ സാധ്യതയുണ്ട്. അതാണ് നൈറ്റ് ഓഫ് കപ്സ്. അതായത് കാത്തിരുന്ന ഒരാൾ നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യുന്നതാണ് നൈറ്റ് ഓഫ് കപ്സ്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ ആവാൻ സാധ്യതയുണ്ട്. മെയിലോ കോളോ മെസ്സേജോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. ദെൻ 9 ഓഫ് കപ്സ് ആണ്. ഒരു മടി തോന്നുന്ന ദിവസം പോലെ ഉണ്ട്. ഇവിടെയും മടി തോന്നുന്ന പോലെ ദിവസമുണ്ട്. നിങ്ങൾക്ക് ചിലപ്പം എല്ലാത്തിനും ഒരു മടിയായിരിക്കും, അലസതയായിരിക്കും. എനിക്കങ്ങ് വയ്യ, പിന്നെ ചെയ്യാം എന്ന് വെച്ച് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ഈ 9 ഓഫ് കപ്സും 4 ഓഫ് സോഡും പറയുന്ന മറ്റൊരു ഇൻഡിക്കേഷൻ അതാണ്. പിന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു കാര്യം, അതിൻ്റെ മാക്സിമം എഫേർട്ട് നിങ്ങൾ ഇട്ടിട്ട് അതിൻ്റെ ഫലം വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതായത് ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, അതിൽ ഹാപ്പി ആയിട്ട് സക്സസ്ഫുൾ ആകുമെന്ന് വിചാരിച്ച് ഹാപ്പി ആയിട്ട് പുതിയതായിട്ടൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്കറിയാം കുറച്ചും കൂടെയൊക്കെ ചെയ്താൽ കൊള്ളാമെന്ന്, പക്ഷെ ചെയ്യത്തില്ല, മടിയാണ്, ചെയ്യത്തില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു എനർജിയാണിത്. അതുപോലെ വൈകാരികമായിട്ടൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. നിങ്ങൾക്ക് ഒത്തിരി ആളുകൾക്കിടയിലായിരിക്കും, പക്ഷെ നിങ്ങൾക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ഈ 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ദെൻ എംപററാണ്. ഇതൊരു പ്രൊട്ടക്ഷൻ്റെ കാർഡാണ്. നിങ്ങൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ സർവൈലൻസിലാണ്, വിടമാട്ടേൻ എന്ന് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവും. അതായത് നിങ്ങൾക്ക് വരാനുള്ളത്, ഈ കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്തി കൊണ്ടുപോയി എന്ന അവസ്ഥയാണ്. നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ അയ്യോ എൻ്റെ ദൈവമേ എന്നെ രക്ഷിച്ചല്ലോ എന്ന് പറയുന്ന പോലുള്ള പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ മറ്റേ ബ്ലാക്ക് ക്യാറ്റ് സെക്യൂരിറ്റിയിലുള്ള ആളുകളാണ്. ഇസഡ് സെക്യൂരിറ്റി എന്ന് പറയത്തില്ല, ഇസഡ് കാറ്റഗറി എന്നൊക്കെ പറയത്തില്ല, അത്തരം സെക്യൂരിറ്റിയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സെക്യൂർഡ് ആണ് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ സർവൈലൻസിലാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇന്ന ദിവസം മനസ്സിലാവും. പിന്നെ ജോലിയിൽ പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ ഒരു പ്രൊമോഷൻ്റെ സാധ്യതയുണ്ട്. പിന്നെ ഇതൊരു ഫാദർ ഫിഗറാണ്. അപ്പോൾ ഫാദറുമായി ബന്ധപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ ഫാദറിനെ പോലെ നിങ്ങൾ കരുതുന്ന ആളുകളുമായിട്ടോ കോൺവെർസേഷൻ ഉണ്ടാവുകയോ അവരുടെ ഈഗോ കാരണം നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരിക്കുകയോ വാദപ്രതിവാദങ്ങൾ ഉണ്ടാവുമോ അങ്ങനെയൊക്കെയുള്ള എനർജി ഉണ്ട്. അതുപോലെ ഇന്ന് ചെസ്സ് കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക, അങ്ങനെയുള്ള ഈ പ്ലേഫുൾനെസ് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ നിങ്ങൾ കായിക വിനോദങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ദിവസമാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ബെറ്റ് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അല്ലെങ്കിൽ കുറച്ച് നേരം നിങ്ങൾ ഈ ടി വിയിൽ ക്രിക്കറ്റ് കളിയൊക്കെ കണ്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതാവാനും സാധ്യതയുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈഗോ വർക്ക് ചെയ്യുന്നുണ്ടാവും കൂടുതലായിട്ട്. അതുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഈഗോ വർക്ക് ചെയ്യുമ്പോൾ അവർ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്കും ഇന്ന് ഈഗോ ഹേർട്ടാവും. അതുകൊണ്ട് വാദപ്രതിവാദങ്ങൾക്ക് പോകേണ്ട ആവശ്യം ഇന്ന ദിവസം ഇല്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം നിങ്ങൾ തേടുന്നുണ്ടായിരിക്കും. അതായത് ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം തേടുന്നുണ്ടായിരിക്കും. ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഫെമിനൈൻ എനർജിയാണ് ഈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പണം കയ്യിൽ പിടിച്ചിട്ട് ഇതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ആലോചിക്കുക. മക്കളുടെ ഫ്യൂച്ചറിന് വേണ്ടിയായിരിക്കാം, വീടിന് വേണ്ടിയായിരിക്കാം. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ സെൽഫ് ലവിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പർച്ചേസിങ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ ഫിനാൻഷ്യലി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണ്. നിങ്ങൾ പണം നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ വരും തലമുറയ്ക്ക് വേണ്ടിയും നിങ്ങളുടെ വീടിന് വേണ്ടിയും ചിലവാക്കുക. ഇത്തരത്തിലൊക്കെ ഉള്ളൊരു എനർജിയാണ്. അതുപോലെ കുറച്ച് ആളുകൾ പണം കാത്തിരിക്കുന്നുണ്ട്. പണത്തിന് ആവശ്യം ഉണ്ടായിട്ട് പണത്തിന് വേണ്ടി ഇന്ന് കാത്തിരിക്കേണ്ടി വരുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ
കുറച്ച് ആളുകൾ ചില വ്യക്തികളെ മിസ് ചെയ്യുന്നതായിട്ടും അവരെ കാത്തിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൽ ചില ആളുകൾ, അതായത് ഒരുപാട് നാളായിട്ട് റിലേഷൻഷിപ്പ് എൻ്റെ പോയിട്ടുള്ള ചില ആളുകൾക്ക് അവരുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇവിടെ ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ ചില ആളുകൾ അവരുടെ പേഴ്സണെ മിസ് ചെയ്യുകയും അയാൾ വന്നിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നതും കാണുന്നുണ്ട്. ഓക്കെ, ഇത് റീസെൻ്റ്ലി ബ്രേക്കപ്പ് ആയവരായിരിക്കും. ഒരുപാട് നാൾ മുമ്പ് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇന്ന് റീയൂണിയൻ പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. ഓക്കെ, ദെൻ 5 ഓഫ് സ്വാർഡ്സ് ആണ്. എന്ത് വില കൊടുത്തും എനിക്ക് വേണം എന്ന് വിചാരിക്കുന്ന എനർജി ഉണ്ടല്ലോ. മറ്റുള്ളവർക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, എൻ്റെ കാര്യം നടക്കണമെന്ന് വിചാരിക്കുന്ന ആ സ്വാർത്ഥമായ മനസ്സില്ലേ, ആ ഒരു മനസ്സ് ഇന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരോടും തോന്നാം, മറ്റുള്ളവർക്ക് നിങ്ങളോടും തോന്നാം. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ അത്തരത്തിൽ മുതലാക്കാൻ പാടില്ല. അപ്പം നിങ്ങൾ മറ്റുള്ളവരുടെ ഇടപെടലിനെ സൂക്ഷിച്ച് നോക്കി നിൽക്കണം. മറ്റുള്ളവർ നമ്മളെ യൂസ് ചെയ്യുവാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് വേണം ഇന്ന് കാര്യങ്ങൾ ചെയ്യാൻ. മറ്റുള്ളവർ നമ്മളെ ഉപയോഗിക്കുക മീൻസ് നമ്മളെ മുതലാക്കുക എന്ന് തന്നെയാണ്. നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അവരതിൻ്റെ ബെനിഫിറ്റ് എടുക്കുക, അങ്ങനെയൊക്കെ തന്നെയാണ്. അതുപോലെ ഇമോഷണലി ഹേർട്ട് ആവുക, അതുപോലെ നമ്മളെ ഇൻസൾട്ട് ചെയ്യുക, നമ്മളെ ഇമോഷണലി ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുക, നമ്മൾ വേദനിക്കുമെന്ന് അറിഞ്ഞിട്ടും നമ്മളിങ്ങനെ പറയത്തില്ല, ഇൻസൾട്ട് ചെയ്യുക ചെയ്യത്തില്ല. അതാണ് ഈ 5 ഓഫ് സോർട്സ്. ഒരു തരം ചതിയാണ് കേട്ടോ. അപ്പോൾ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് കൂടുതൽ, മോസ്റ്റ്ലി കൂടെ നിൽക്കുന്ന ആളുകളാണ് നമ്മളെ കുറച്ചൊന്ന് ഇൻസൾട്ടഡ് ആക്കുകയോ പെയിൻഫുൾ ആക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ ഉണ്ടല്ലോ, ചുറ്റുമുള്ള ആളുകൾ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മുടെ തലയിൽ വന്നിങ്ങനെ ഈ കാക്ക വന്നിട്ട് പറയുന്നത് കേട്ടില്ലേ, അതുപോലെ ഇങ്ങനെ ചെവിയുടെ വന്നിരുന്നിട്ട് മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ നമുക്ക് അവരോടൊരു തെറ്റിദ്ധാരണ തോന്നും. അതുപോലെ ഇതേ കാക്ക അപ്പുറത്ത് പോയിരുന്നിട്ട് അവരുടെ ചെവിയിലും കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് നമ്മളെക്കുറിച്ചും ഗോസിപ്പിങ് അപ്പുറത്തും പറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗോസിപ്പിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാവാനും മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഓക്കെ, അത് ഇടയ്ക്ക് ഇന്ന് ചില ആളുകൾ ഈ ആടുകളെ കൊണ്ട് വഴക്കുണ്ടാക്കി വെച്ചിട്ട് ചോര കുടിക്കുന്നൊരു ഫോക്സിൻ്റെ കഥ കേട്ടിട്ടില്ലേ, അതുപോലെയാണ് കേട്ടോ. ഇൻ ബിറ്റ്വീൻ ആളുകൾ നിന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു എനർജിയാണത്. കണ്ടില്ലേ, പടം കാണുമ്പോൾ അറിയാലോ. ഇങ്ങനെ നിങ്ങളുടെ ചെവിയിൽ ഗിരിഗിരിഗിരാന്ന് വന്ന് പറഞ്ഞു തന്നിട്ട് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ചിന്തകളെയൊക്കെ മാറ്റുന്ന ഒരു എനർജിയാണ് അത്. അവർക്ക് വേണ്ട രീതിയിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യും. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഒരു കാർമിക്കായിട്ടുള്ളൊരു സൈക്കിൾ എൻഡായി പോകുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇത് നമ്മൾ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭാഗ്യമാണ്, ലക്കാണ്. അപ്പോൾ ലക്കുള്ള ദിവസമാണ്. മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വർക്കാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ചിട്ടി, ലോട്ടറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിക്കുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പൈസ കിട്ടുക, പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് ഹെൽപ്പ് കിട്ടുക, അങ്ങനെയൊക്കെയുള്ള ഭാഗ്യം കൊണ്ടുവരുന്ന ദിവസമായിട്ട് കാണുന്നുണ്ട് വീൽ ഓഫ് ഫോർച്യൂൺ. അതുപോലെ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പുതിയ തുടക്കമാണ്, ഒന്നും ഒരു അവസാനമല്ല. ആ ഒരു ഘട്ടം അവസാനിച്ചതിന് ശേഷം ബെറ്റർ ആയിട്ടുള്ള മറ്റൊരു ഘട്ടം ആരംഭിക്കുന്നത് തന്നെയാണ്. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ എന്നൊരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ ചില ആളുകളെ വേണ്ടെന്ന് വെക്കുന്നതായിരിക്കും, ചില സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവായി ഇനി ഒരിക്കലും അത് വേണ്ടെന്ന് വെക്കുന്നതായിരിക്കും. അത്തരത്തിലുള്ളൊരു എനർജിയാണ് വീൽ ഓഫ് ഫോർച്യൂൺ. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടെടുക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് മണി മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്, അതുപോലെ മണി അബണ്ടൻസിൻ്റെ കാർഡാണ്. പ്ലസ് നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു കാർഡും കൂടിയാണ് കേട്ടോ. അപ്പോൾ പണം ധാരാളമായിട്ട് വരുമെന്ന് കാണുന്നുണ്ട്. അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, മണി അബണ്ടൻസ് ആണ്. അതുപോലെ മണി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുണ്ട്, പണം മാനിഫെസ്റ്റ് ചെയ്യണം. എന്നാലാണ് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയും പണത്തിനെക്കുറിച്ച് നല്ല അഫർമേഷൻസ് പറയുകയും ചെയ്യുക. ഐ ആം റിച്ച്, ഐ ആം വെൽത്തി, ഞാൻ പണത്തെ ആകർഷിക്കുന്നു, അല്ലെങ്കിൽ വിവിധ സോഴ്സിൽ നിന്ന് എന്നിലേക്ക് പണം ഒഴുകി വരുന്നു എന്നൊക്കെയുള്ള അഫർമേഷൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അത്തരത്തിലുള്ള അഫർമേഷൻസ് ഒക്കെ പറയുന്നത് പോസിറ്റീവ് തിങ്കിങ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ഇന്ന ദിവസം ചെയ്യുന്നുണ്ടായിരിക്കും. മണി ഹോപ്പനൊപ്പനോ ചെല്ലുന്നുണ്ടായിരിക്കും. അതുപോലെ മണി അബണ്ടൻസ് ഇന്ന് നിങ്ങളിലേക്ക് വരുമെന്ന് കാണുന്നുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് അതാണ് കേട്ടോ. ഒരു പുതിയ തുടക്കം എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫിനാൻസിൽ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി, പുതിയ ജോബായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റി, പുതിയ ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരുടെയെങ്കിലും സഹായത്തോടു കൂടി പുതിയൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നതാവാനും സാധ്യതയുണ്ട്. അപ്പോൾ പണം എന്തായാലും ഇന്ന് വന്ന് കിട്ടുമെന്ന് കാണുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും നൈറ്റ് ഓഫ് കപ്സും പതുക്കെ വരുന്ന കാർഡുകളാണ്. ഈ കുതിരകൾ രണ്ടും മെല്ലെ മെല്ലെയാണ് അനങ്ങത്തുള്ളൂ. അപ്പോൾ ഇവർ സമയമെടുത്ത് മാത്രമാണ് വരുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സമയത്തിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ കപ്പെന്ന് പറയുന്ന ഇമോഷനാണ്. ഈ കപ്പ് അല്ലെങ്കിൽ ഇമോഷൻ ഒരാൾ മൂലം ഉണ്ടായിട്ടുള്ളതാണ്. ഇത് പണമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ തിങ്സ് ആയിരിക്കാം. ഇത് രണ്ടും നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ളത് നിങ്ങൾ ചില പാഠങ്ങൾ പഠിക്കേണ്ടത് കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാലഘട്ടം അവസാനിച്ച് പോകുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടും പണം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ കിട്ടില്ല എന്ന് വിചാരിച്ച പണമൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ
സാധ്യതയുണ്ട്. അതാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് പണം, ഒത്തിരി കാർഡുകളിൽ പണം വരുമെന്ന് കാണുന്നുണ്ട്, അതുപോലെ പണം നഷ്ടപ്പെടുന്ന കുറേ ആളുകളും കാണുന്നുണ്ട്. ഈ എല്ലാ കാർഡും എല്ലാവർക്കും റെസനേറ്റ് അല്ല കേട്ടോ. ഇതിലെ ഈ 10 കാർഡും ഒരാൾക്ക് റെസനേറ്റ് ആവത്തില്ല, ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുമായിരിക്കും. പിന്നെ ചിലപ്പോൾ ചോദിക്കും അതെന്താ കുറേ ആദ്യം പറഞ്ഞല്ലോ പണം നഷ്ടപ്പെട്ടു എന്ന്, പിന്നെ ഇവിടെ പറഞ്ഞല്ലോ പണം കിട്ടുമെന്ന്, ഇതൊക്കെ ഒരു ദിവസം തന്നെ സംഭവിച്ചുകൂടെ? സംഭവിക്കാൻ സാധ്യതയുണ്ട്, അതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇതെല്ലാം ഒരാൾക്ക് തന്നെ റെസനേറ്റ് ആവണമെന്ന് നിർബന്ധം ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് മാത്രം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യണം. ബാക്കി നെഗറ്റീവ് ഒന്നും എനിക്കുള്ള അല്ല, അതൊക്കെ വേറെ ആർക്കോ ഉള്ളതാണെന്ന് എന്ന് പറഞ്ഞ് വിട്ടേക്കണം. ഓക്കെ, ബോട്ടം നിൽക്കുന്ന ലവേഴ്സാണ്. വേറെ എന്ത് വേണം? ലവേഴ്സ് സോൾമേറ്റിൻ്റെ കാർഡാണ്, പ്ലസ് പാസ്റ്റ് ലൈഫ് ലവേഴ്സിൻ്റെ കാർഡാണ്, റീയൂണിയൻ്റെ കാർഡാണ്. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് സ്നേഹത്തോടു കൂടി നിങ്ങൾ യുണൈറ്റഡ് ആവുമെന്നാണ് ഈ ലവേഴ്സ് കാർഡ് പറയുന്നത്. ഇത് ശരിക്കും ലവേഴ്സിൻ്റെ കാർഡാണ്. സെപ്പറേഷനിലുള്ള ആളുകൾക്ക് റീയൂണിയൻ ഉണ്ടാവുമെന്നാണ്. അതുപോലെ ഫിസിക്കലായിട്ടുള്ള ഇൻറ്റിമസി തോന്നുമെന്നാണ്. അതുപോലെ വല്ലാത്ത ആകർഷണം പരസ്പരം തോന്നും. സെപ്പറേറ്റായി നിൽക്കുന്ന ആളുകൾ തമ്മിൽ ഇന്ന് യുണൈറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ളൊരു കാർഡാണ് ഈ ലവേഴ്സ് എന്ന് പറയുന്നത്. ഇന്ന് നല്ല എല്ലാവരോടും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും നിങ്ങൾക്കുള്ളത് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ പോസിറ്റീവായിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വരികയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചിന്തിക്കുകയും ചെയ്യും. ഓക്കെ, വരികയും ചെയ്യും. ഇപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതേ വേദനയുള്ള ആളുകളെ നിങ്ങളുടെ അടുത്ത് വരുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്ത് വിഷമമാണോ ഉള്ളത് അതേ എനിക്കും ഇത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടല്ലേ ആളുകൾ നിങ്ങളുടെ അടുത്ത് വരുന്നത്. അതിനർത്ഥം എന്താ? നിങ്ങൾ ഏത് ലെവലിൽ ഇരിക്കുന്നോ ആ ലെവലുള്ള ആളുകളെ നിങ്ങൾ അട്രാക്ട് ചെയ്തുള്ളൂ, ആ ആളുകളെ നിങ്ങളുടെ ലൈഫിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വൈബ്രേഷൻ ഉയർത്തുക, എനർജി ഹൈ ആക്കി വെക്കുക. അപ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, നിങ്ങൾക്ക് നല്ല സൊല്യൂഷൻസ് കിട്ടും. അപ്പം അങ്ങനെ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്ന് നോക്കാം. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് ഇന്ന ദിവസം നമുക്ക് തരുന്നതെന്ന് നോക്കാം. എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് നമുക്ക് തരുന്നത്? എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് നമുക്ക് തരുന്നത്? ഫസ്റ്റ് കാർഡ് യെസ് ആണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. നിങ്ങളോട് നെഗറ്റീവ് പറയണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് യെസ് കാണുമ്പോഴേ. ദെൻ ഓപ്പർച്യൂണിറ്റി ആണ്, ഇന്ന് അവസരം കിട്ടും. നമ്മൾ പറഞ്ഞില്ലേ ഇന്ന് അവസരങ്ങൾ കിട്ടും. നമുക്ക് അവസരങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരും. പ്രൊട്ടക്ഷൻ ഉണ്ട്, അവസരങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുതരും. നിങ്ങളതിനെ മേക്ക് യൂസ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ലാസ്റ്റ് കാർഡ് വന്നിട്ട് അസർട്ടീവാണ്. അത് നിങ്ങൾ കുറച്ച് ദൃഢനിശ്ചയത്തിലിരിക്കുക, ഒരു നല്ല തീരുമാനം ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കുക, അതിൽ ഉറച്ചു നിൽക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിക്കുക. ഹെൽത്ത് സൂക്ഷിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഹെൽത്ത് സൂക്ഷിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം, അതുപോലെ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, നന്നായിട്ട് ഉറങ്ങണം കേട്ടോ. ഉറക്കം വരുന്നവരെല്ലാം കിടന്ന് ഉറങ്ങണം. ലീവ് എടുത്ത് വേണമെങ്കിൽ ഉറങ്ങിക്കോണം. ഇന്ന് ഉറങ്ങാനുള്ള ദിവസമാണ്. ഇന്ന് എല്ലാവർക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന എല്ലാവരും പോയി കിടന്ന് റെസ്റ്റ് എടുക്കുക, ഉറങ്ങിക്കോണം കേട്ടോ. അതുപോലെ ഈ ഫോറോസ് വോഡ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഫോറോസ് വോഡ് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ മരണം കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു സത്യമാണ്. ഒരുപാട് പ്രാവശ്യം എനിക്ക് അനുഭവമുണ്ട്. കാരണം ഫോറോസോട് വരുമ്പം നിങ്ങളിങ്ങനെ മരണം ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ദിവസങ്ങളിൽ എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഇങ്ങനെ റീഡിങ് കേട്ടിട്ട് അടുക്കള വാതിൽ തുറന്നപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആൾ മരിച്ചു എന്ന് കേട്ടു എന്ന് പറഞ്ഞ ആൾ വന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു കാര്യം കേൾക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഗൈഡൻസ് ആണ്. അതുപോലെ കാർഡിൽ കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും എനിക്കുള്ളതല്ല. അതോ എൻ്റെ അടുത്ത പഞ്ചായത്തിൽ പോലും ഉള്ളവർക്കുള്ളതല്ല. പൊക്കോട്ടെ, അതൊന്നും അട്രാക്റ്റ് ചെയ്യരുത്. പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എനിക്ക് കേട്ടോ. അങ്ങനെ വിചാരിക്കാവുള്ളേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. റെക്കോർഡ് ആവുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. ഹൈപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? ലൈക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ആ സൈഡിൽ വരും. അപ്പോൾ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണെന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പോസിറ്റീവായി തിങ്ക് ചെയ്യുക, പോസിറ്റീവായിട്ടിരിക്കുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്.